സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേരലാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിഞ്ഞവർ എവിടെ കിടന്നാലും അവര് മഹത്വത്തിന്റെ ലോകത്താണ്. പ്രിയമുള്ളവരെ, ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ സ്വലാലയിലെ മിർബാത്തുൽ സിയാറത്തിന് വേണ്ടി പോയപ്പോ പ്രാന്തമായ സ്ഥലത്തല്ലേ സാഹിബുൽ മിർബാത്ത് റളിയല്ലാഹു അൻഹു കിടക്കുന്നത്. പക്ഷേ ഒരിക്കലും അവിടെ ആളൊഴിയുന്നില്ല. ബഹുമാനപ്പെട്ട താജുദ്ദീൻ സാമിരി റളിയല്ലാഹു അൻഹു അഥവാ ചേരമാൻ പെരുമാൾ തങ്ങള് ഒമാനിന്റെ തീരത്ത് സ്വലാലയിലെത്തിയപ്പോ അവിടെ വെച്ച് വഫാത്താകാൻ ഒരുങ്ങിയപ്പോ ഹബീബായ തങ്ങൾക്ക് ഇഞ്ചിയുടെ അച്ചാറ് കൊണ്ടുപോയി സമ്മാനിച്ച് തിരിച്ചുവരുന്ന വഴിയിൽ വഫാത്താകുമ്പോ കേരളീയമായ ഒരു സാഹചര്യം മഹാനവറുകൾ കൊതിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് ഒമാനിലെ മറ്റു പ്രവിശ്യകളിൽ എവിടെയും ഇല്ല, GCCയിൽ വേറെവിടെയും ഇല്ല. മഹാനവറുകൾ കിടക്കുന്നതിന്റെ ചുറ്റുവട്ടത്തിലും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കേരളീയ ഗ്രാമത്തിന്റെ എല്ലാ വിശേഷങ്ങളുമുണ്ട്. പപ്പായയുടെ തോട്ടമുണ്ട്, വെറ്റിലയുടെ തോട്ടമുണ്ട്, നല്ല തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കേരത്തോപ്പുകളുണ്ട്. കേരളത്തിലെ വിഭവങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന അതേ ഒരു ഉദ്യാനം ദുനിയാവിൽ ഖബറൊരുക്കിയ സ്ഥലത്ത് പോലും നൽകുകയാണ്. അല്ലാഹു ഇഷ്ടപ്പെടുന്നതെല്ലാം നൽകി മുഅ്മിനീങ്ങളെ സ്വീകരിക്കുന്നതിന്റെ ഒരു സൂചനയാണ്. ഹബീബായ തങ്ങളോട് ബന്ധപ്പെടുന്ന ആളുകൾ എല്ലാം ജയിച്ചവരാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്ലിസ് ഞങ്ങളുടെ എല്ലാ ലോകത്തെയും വിജയത്തിന് കാരണമാക്കണം അല്ലാഹ്. ഒരു ചെറിയ സംഭവം പറഞ്ഞു ഞാൻ നിർത്തട്ടെ. കണ്ടില്ലേ, സഹോദരങ്ങളൊക്കെ എഴുന്നേറ്റ് ഒരു 2 മിനിറ്റ് നിന്നാൽ ഇത് പറഞ്ഞ് നമുക്ക് ദുആ ചെയ്ത് പിരിയാമല്ലോ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വാങ്ങിന്റെ ധ്വനികൾ കിനാവിൽ കിട്ടിയെന്ന വിവരം പറയാൻ വേണ്ടി വന്ന സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളുടെ പാഠശാലയിലേക്ക് ശ്രദ്ധിക്കപ്പെടുന്നൊരു വിദ്യാർത്ഥിയായി വരുന്നത് വാങ്ങിന്റെ മഹിതധ്വനികൾ കിനാവിൽ അറിഞ്ഞത് പറഞ്ഞുകൊടുക്കാൻ വന്നപ്പോഴാണ്. അപ്പോൾ മഹാന്മാരായ സ്വഹാബത്ത് നബി തങ്ങളുടെ പേരു പറയുമ്പോൾ തന്നെ ബേജാറാണ്. കണ്ടില്ലേ, ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിലിരുന്ന് ദർസ് നടത്തുമ്പോ ഹദ്ദസനീ ഖലീലി, എന്റെ എല്ലാമെല്ലാമായ ആത്മീയ നേതൃത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു എന്ന് പറഞ്ഞങ്ങ് തുടങ്ങാനും പൊട്ടിയൊലിക്കുകയാണ് കണ്ണുനീർ. പിന്നെയും പറഞ്ഞു ഹദ്ദസനീ ഖലീലി, എന്റെ എല്ലാമെല്ലാമായ ഹബീബ്, ഹൃദയത്തിലെ ഏറ്റവും വലിയ സ്നേഹപാത്രമായ നബിതങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ബാക്കി മിണ്ടാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള ഒരുപാട് ഇമാമീങ്ങളെ പാനൂര് പ്രഭാഷണത്തിന്റെ CD നിങ്ങൾക്ക് കിട്ടുമ്പോൾ അതിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുമ്പോഴേക്ക് വജ്ദ് എന്ന് പറയുന്നൊരു പ്രത്യേക അവസ്ഥയുണ്ട്. ബിവജ്ദിൻ ലാ നദ്രി ഉബ്ദീഹി ഔ ഉഖ്ഫീ ബിനബീനൽ മുസ്തഫാ സല്ലല്ലാഹു അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മഹാന്മാര് പേര് പറയുമ്പോ നബിതങ്ങൾ അങ്ങ് ഹാളിറാവുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറഞ്ഞപ്പോഴേക്ക് പിന്നെ മിണ്ടാൻ വയ്യ. പിന്നെയും പറയാൻ ഒരുങ്ങുമ്പോൾ നീങ്ങുന്നില്ല. പെട്ടെന്നങ്ങ് ചാടി എഴുന്നേറ്റു.
അത് ഹബീബായ തങ്ങളുടെ സാന്നിധ്യം അനുഭവിച്ചതിനാലാകണം. അങ്ങനെയാണ് മഹാന്മാർ. വരട്ടെ, അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളുടെ പാഠശാലയിലെ വിനീതനായ ശിഷ്യനാണ്. ആ അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് അറിഞ്ഞപ്പോൾ അവിടുന്ന് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ അമിനീ, പടച്ചവനേ എന്നെ അന്ധനാക്കണേ അല്ലാ, ഹത്താ ലാ അറാ ശൈഅൻ ബഅദഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട ഈ കണ്ണ് ഇനിയൊന്നും കാണാൻ ആഗ്രഹിക്കുന്നില്ല. തങ്ങൾ വഫാത്തായല്ലോ, ഇനി എനിക്ക് ദുനിയാവിലൊന്നും കാണേണ്ടതില്ല, ഇനിയൊന്നും കാണാനില്ല. കാണേണ്ടതെല്ലാം ഹബീബായിരുന്നു. ഹബീബ് വഫാത്തായെങ്കിൽ ഇനി എന്റെ കണ്ണിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് കാഴ്ച പോലും വേണ്ടാന്ന് വെച്ച് ഹബീബിന് സമർപ്പിച്ച മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവേ, ആ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ സ്വീകരിക്കണം റഹ്മാനേ.